ഹേ ഗൈസ്, ഇറ്റ്സ് മീ ഗോജോ H4X. അപ്പം നമ്മൾ നിൽക്കുന്നത് ഗ്രാനി പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ നേരായി പോവാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ പ്ലേയേഴ്സ് കീ കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ പ്ലേയേഴ്സ് അത് ഗ്രീനി വരുന്നുണ്ട് കേട്ടോ. പ്ലേയേഴ്സ് കീ കാര്യങ്ങളൊക്കെ തുറന്ന് ഇനി നമുക്ക് അതിൽ ഫിറ്റ് ചെയ്യാൻ സാധനങ്ങളൊക്കെ വെക്കണം. അപ്പോൾ ഗ്രാനി ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിൽ ഗ്ലിച്ചാണോ അത്? എന്തായാലും വേണ്ടിയ കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മെല്ലെ മെല്ലെ പോകാം. ഓക്കെ, അണ്ടർഗ്രൗണ്ട് എസ്കേപ്പാണ് ചാൻസ് ഉള്ളത്. നമുക്ക് എന്തായാലും മേലെ കയറാം. വരുന്നുണ്ടോ? അടിക്കോ കാണാനില്ല. എന്തായാലും നമ്മൾ അടിയൊക്കെ എത്തിയിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകാം. നമ്മുടെ ഈ സ്പൈഡർ കീ ഇല്ലേ, സ്പെഷ്യൽ കീ തോന്നുന്നു, സ്പെഷ്യൽ കീ അത് നമുക്ക് കണ്ടെടുക്കാം. എന്നിട്ട് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മേലെ പറ്റുമ്പോൾ അയ്യോ ഗ്രാനി നമുക്ക് കൊണ്ടുപോകാം. അതിൽ കൂടെ നമുക്ക് മേലെ കയറാമല്ലോ. ഓഫ് കോഴ്സ് കണ്ടോ, നമുക്ക് സ്പൈഡർ കീ നമുക്ക് ആ റോഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലും കണ്ടിട്ടുണ്ടാവും. നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഫ്രിഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ എന്തായാലും അണ്ടർഗ്രൗണ്ട് എസ്കേപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉള്ള ചാൻസുള്ള സാധനങ്ങളൊക്കെ കിട്ടി. നമ്പർ 1 ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡേ കേട്ടാ 5. ഇനി ഇതിലൊരു മാറ്റമില്ല. 5ാമത്തെ ഡേ ആണ്. ഇതിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഇതിൽ തോറ്റ് പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യം. ഒരു മിനിറ്റ് ഗൈസ്, ചെറുതായിട്ടൊന്നും ഗെയിമൊന്ന് ലാഗ് പോലെ ആയതാണ്. അപ്പോൾ നമ്മുടെ മേൽഭാഗത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഈ വാതിൽ തുറക്കാം. വാതിൽ തുറന്നിട്ടുണ്ട്. ഇത് സ്പൈഡറുണ്ട്. ഇറച്ചി കഷ്ണം കിട്ടിയില്ലല്ലേ? കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ട് തോന്നുന്നത്, കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും നമ്മളിന്ന് ഗ്രാനി എന്തായാലും എസ്കേപ്പ് ചെയ്യും കാര്യങ്ങളാണ് ഇന്ന് റിവെഞ്ച്. അയ്യോ കിട്ടി, 5ന്റെ പണി കിട്ടി. നെഞ്ചിൽ ഒരു സൂചി കൊണ്ട പോലെ മൂഞ്ചിപ്പോയി. ചേടാ മൂഞ്ചിയടാ, 5ാമത്തെ ഡേ ആയടാ. ചത്തില്ലേ? ഇത് 4ാമത്തെ ഡേ ആയിരുന്നു തോന്നുന്നല്ലേ? ഓക്കെ, 5ാമത്തെ ഡേ വിചാരിച്ചിട്ടിരിക്കുന്നു. അങ്ങനെ എന്തായാലും നമ്മളെ 5ാമത്തെ ഡേ ആണ്. ഇതിലെന്തായാലും ഒക്കെ അറിയില്ല ജയിക്കില്ലേന്ന്, ഒരു ഉറപ്പില്ല. ഇത് ജയിച്ചാൽ വീഡിയോ വരിക, ഇല്ലെങ്കിൽ വീഡിയോ വരില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓടാം. ഇതെന്താ സൗണ്ട് കേൾക്കുന്നുണ്ട്? അയ്യോ പ്രശ്നം തിന്നി കുടുങ്ങിയ പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെ നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കാർക്കി കിട്ടിയിട്ടില്ല കരുന്നില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. ഗ്രാനി എവിടെയെന്ന് അറിയണം, അതിനാണ് ഞാൻ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അതാ വരുന്നത്. എന്തായാലും ഓടാം. ഇവിടെ തുറക്കടേ. ഓക്കെ, അങ്ങനെ നമ്മൾ തുറന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഇതിൽ എന്തായാലും ഇപ്പോൾ എസ്കേപ്പ് ആണെന്ന് ഭയങ്കര ആഗ്രഹമാണ്. 5ാമത്തെ ഡേ ആണ്, പറ്റില്ലെന്നൊന്നും അറിയില്ല. എന്ത് ചെയ്യുക, വെപ്പൺ കീ കിട്ടിയിട്ട് ഇനി കുറച്ച് ധൈര്യമായിട്ട് കളിക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ പറയാൻ പറ്റില്ല, ഗ്രാനിയാണ്. എവിടുന്നോ ഒന്നും കയറി തന്നെ പറയാൻ പറ്റില്ല. അത് കാരണം തന്നെ സേഫ് കീ നമ്മൾ ഇതെവിടെയാണ് തള്ളി മറ്റൊരു സ്ഥലത്താവും. അപ്പോൾ എന്തായാലും ഗ്രാനി ഇവിടുന്ന് കയറി വരുന്ന കാര്യങ്ങളൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് ഉള്ള സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം കിട്ടിയിരിക്കുന്നത് അതാണ്. അപ്പോൾ എന്തായാലും അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പിടിക്കപ്പെടാണ്ട് നോക്കണം. ആ തള്ള ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. നമുക്ക് കണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അത് കാരണം അടിയിരിക്കണ വെട്ടുകാലികൾ പോലുള്ള തള്ളയാണ് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, ഒരെണ്ണം നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഷോർട്ട് ഗണ്ണിന് അവിടെ ഇവിടെ ഇത്ര ഉണ്ട മാത്രമേ ഇരിക്കുള്ളൂ. അത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് നമുക്ക് അത്യാവശ്യം എല്ലായിടത്തും യൂസ് ചെയ്യാവുന്നുണ്ട്. നെഞ്ചിൽ ഒരു സൂചി കൊണ്ട പോലെ എന്നെ അടിച്ച് കൊന്നതിനുള്ള പക അങ്ങനെ നമ്മൾ ഇതിനങ്ങോട്ട് കൊന്ന് തള്ളിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഗ്രാനിനെ ആദ്യമായിട്ടാണ് അടിച്ചു കൊന്നുണ്ട്. നമ്മൾ അത്രേ ഉള്ളൂ. അയ്യോ, ഞാനിത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം എന്തായാലും
ഇത് നമുക്ക് അവിടേക്ക് ഇടാം. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയുടെ ഗ്രാനിയുടെ പാർട്ട് 2 ഉള്ള ഇതിലൂടെ അവസാനിക്കും. ഇനി അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും എസ്കേപ്പ് ചെയ്തിട്ടുണ്ട് എന്നല്ല, എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ ഇനി കാറുണ്ട്, ഫ്രണ്ട് ഡോറുണ്ട്. അത് രണ്ടും ശ്രമിക്കുക എന്നേ പറയുള്ളൂ. എന്തായാലും ഇപ്പം തന്നെ എന്തായാലും വീഡിയോ ഇട്ടുണ്ടാവില്ല, ശ്രമിക്കുക അത്ര ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മേലെ കയറിയിട്ട് ഇവിടെ എന്തോ ഇരിക്കണ്ടായിരുന്നു പാവക്കുട്ടി. ആ പാവക്കുട്ടീൻ്റെ മേലെ കിട്ടാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഉറപ്പൊന്നുമില്ല, എന്തെങ്കിലും കിട്ടുമോ നോക്കാമെന്നുള്ളൂ. അപ്പോൾ എന്താ കിട്ടുകയെന്നറിയില്ല. ഇനി കിട്ടിയാൽ എടുക്കും, ഇല്ലെങ്കിൽ എടുക്കില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും നമ്മൾ നോക്കില്ല. നമ്മൾ എന്തായാലും ഡേ 5 നിൽക്കുന്നത്. ഇനിയൊരു ഡേയും കൂടി നീട്ടി കിട്ടണമെങ്കിൽ നമ്മൾ മറ്റേത് ചെയ്യണം. നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഫുള്ള് സെറ്റ് ചെയ്താലാണ് നമുക്കത് കിട്ടുള്ളൂ. ഇതിൽപ്പെട്ട ഒരാൾ വരുന്നതാണ്. ഓക്കെ, അതിന് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മറ്റേ എന്താണ് അതിൻ്റെ പേര്, സെൻട്രലീനല്ല, ശാന്ത മതി, സെൻട്രലീന നാവിലാണ്ട് കിട്ടില്ല. സെൻട്രീന ഇതൊന്നും ഇട്ടുന്നില്ല. സ്ലണ്ടറീന ഒന്നും ഇട്ടുന്നില്ല. നമുക്കിത് താഴത്തോട്ടൊക്കെ ഇടാം. ഓക്കെ, ഇനി നമുക്ക് മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങാം. ഇവിടെ അന്ന് പെട്ടിട്ടാണ് നമ്മൾ ചത്തത്. ഇനി നമുക്ക് നിലത്തൊക്കെ ഇറങ്ങിയിട്ട് നല്ല ബാക്കി കാര്യങ്ങൾ നോക്കാം. ആ തള്ള നീറ്റുണ്ടാന്ന് നോക്കണം ആദ്യം. ഇനിയിപ്പോൾ ആണെങ്കിൽ ഡോറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പം അടി കിട്ടും. തോക്കെടുക്കുക. അതിൻ്റെ ഒയ്യോ ചത്ത്. ഓ ഏതാ എസ്കേപ്പ്, ജസ്റ്റ് മിസ്. ഇപ്പം ചത്തായിരുന്നു, ജസ്റ്റ് മിസ്. ഞാൻ എന്തൊക്കെ കാണിക്കണേ, ജസ്റ്റ് മിസ്. ഇപ്പം ചത്തേനെ. ഏതാ എസ്കേപ്പില്ലേ, ഇതിൽ കൂടെ ചെമരിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് പോയി എസ്കേപ്പായി. നമുക്ക് മേലൊക്കെ അല്ലെങ്കിൽ ഏത് വഴി കൂടെ തള്ള വരിക എന്ന് നമുക്ക് ഒരു ഒറ്റ പിടുത്തമില്ല. അത് കാരണം നമുക്ക് മേലെ നിൽക്കാം. ഓക്കെ, അയ്യോ മൂഞ്ചി 2 വട്ടം മൂഞ്ചി. ഇങ്ങനൊരു മൂഞ്ചൽ സ്വപ്നങ്ങളിൽ മാത്രം. എന്ത് മൂഞ്ചലാടോ. എന്തായാലും നമ്മൾ അങ്ങനെ അതിസാഹസമായി മൂഞ്ചിരിക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ട് ശബ്ദം ഉണ്ടാക്കി വാതിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ പിടിക്കും തള്ള. ഓക്കെ, ഹെഡ് ഷോട്ട് കൊടുക്കണം എന്നില്ല, കാരണം ഞാൻ ഇവിടെ നേരത്തെ എടുത്ത 2 ഷോട്ടും വെറുതെ ആയിക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ ഗ്രാൻഡ് സത്തെറുകയാണ് സുഹൃത്തുക്കളെ, സത്തെറുകയാണ്. ചത്താലും അവ അടി നിലത്തിടരുത് കേട്ടോ തള്ളേ. മാറിക്കടി, എൻ്റെ ബുള്ളറ്റ് എടുക്കട്ടെ. ബുള്ളറ്റ് എടുക്കാണ്ട് കസാരം ലോജിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കസാരമ്മ നിർത്തിയപ്പോൾ ബുള്ളറ്റ് അവിടെ നിന്ന്, അല്ലെങ്കിൽ കസാറിൻ്റെ ഉള്ളിൽ കൂടെ പോയില്ല. അത്യാവശ്യം ലോജിക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗെയിം തന്നെയാണ്. അപ്പോൾ ഗ്രാനി 1 കളിച്ചിട്ടുണ്ട്. ഇനി ഗ്രാനി 2 കളിക്കണം, 3 കളിക്കണം. 3 ഇറങ്ങിയിട്ടുണ്ട്, അത് 3 ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഐഫോണിൽ കണ്ടിട്ടില്ല തരെ. അപ്പോൾ എന്തായാലും നമുക്ക് സ്ക്രൂ ഡ്രൈവേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. തോക്ക് അടിക്കിടില്ലെങ്കിൽ നമ്മൾ ചാവേണ്ടി വരും, ഉറപ്പുള്ള കാര്യം. പറയാൻ പറ്റില്ല. ഒരു കിട്ടണ സ്ഥലത്തിടാം, ഇവിടെ ഇട്ടാം, ഇല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടുണ്ട്. ഇനി ഗ്രാനി നമ്മൾ എസ്കേപ്പ് ചെയ്യണം, അതാണ് വലിയൊരു ടാസ്ക്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നുള്ള വീഡിയോ കാണിയിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അടിച്ചിടുക. എല്ലാവരും ചെയ്യുന്നറിയുന്നുള്ളൂ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് സേഫ് കീ കിട്ടിയിട്ടുണ്ട്, സേഫ് കീ തുറക്കാം. കട്ടിങ് ചെയിൻ കട്ടറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എന്തോ കട്ട് ചെയ്യണ്ടായിരുന്നല്ലോ, അടിയിലുണ്ടോ കട്ട് ചെയ്യാൻ? അടിയിലല്ലല്ലോ, ടെലിപ്പോർട്ടഡായി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ എന്തോ ഇവിടെ അല്ല ചെയിൻ കെട്ടിയുള്ളത്. ഏത് വഴി എസ്കേപ്പ് ചെയ്യുമ്പോൾ സോറി ഗായ്സ്, അടിയത്തെ സാധനം നമ്മൾ അടിയത്തതില്ലേ, എന്താ മീൻസ്
ഞാൻ പറയച്ച ആദ്യത്തെ കാണണോ നമുക്കെന്തായാലും ഓപ്പൺ ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ എന്തായാലും നമുക്ക് മേലേക്ക് തന്നെ പോവാം. ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചിട്ടു. ഞാൻ പറഞ്ഞു തന്നത് നമ്മുടെ ചെയിൻ കട്ടർ യൂസ് ചെയ്യുന്ന അടിയിലാണ്, അണ്ടർഗ്രൗണ്ട് എസ്കേപ്പിനാണ് യൂസ് ചെയ്ത് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഗ്രാനി തള്ള നീറ്റുണ്ടാവും. ഓളണ് അപ്പക്ക് കൊല്ലണം, ഇല്ലെങ്കിൽ നമുക്കൊരു ഇരട്ടി പണിയാവാനുള്ള ചാൻസ് എല്ലാതും ഉണ്ട്. അത് കാരണം നമുക്ക് എന്തായാലും അതിനങ്ങ് തട്ടാം. ഗ്രാനീസ് ഫുഡ് സ്റ്റെപ്സ് കേൾക്കാനുണ്ട്. ഓക്കെ കം വടാ മാപ്പിളെ വടാ ഡ്രോപ്പിള്ള ഇന്ന് നിന്നെ തട്ടിക്കൊണ്ടുപോവാം. ഇപ്പോൾ സംഭവം കാര്യങ്ങളൊക്കെ എടുക്കാം. ഫോട്ടോ ഫുള്ളാക്കിയാലോ? 2 ഫോട്ടോ കൂടി വെച്ചാൽ മതി. ശബ്ദം എയർ ഒക്കെ ഉണ്ടാവും, അതൊന്ന് ക്ഷമിക്കുക. നമുക്ക് ഇനി എന്താന്ന് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഈ ഗെയിം ഒരു മിനിറ്റ് കേട്ടോ ഗായ്സ്. ചെറുതായി ക്രാഷ് ആവുന്നുണ്ടോന്നൊരു ഡൗട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു ക്രാഷ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഗൺ പാർട്ട് ഫുള്ളാക്കാം. കാരണം മറ്റേ ഗണ്ണിനെക്കാട്ടി കുറച്ചും കൂടി സുഖതാണ്. എന്തായാലും നമുക്കിത് ഇങ്ങോട്ട് എടുക്കാം. ബുള്ളറ്റ് റീലോഡ് ചെയ്യാം. നമ്മൾ കാറിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. അത് വേറെ കാര്യം, നമ്മൾ കുറേ ഇഷ്ടപ്പെട്ട് ചെയ്തു. അയ്യോ ഇപ്പോൾ എന്താ ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ഗേറ്റ് ഒന്നും മാറിയെന്ന്. സാറ് ഫുഡ് സ്റ്റെപ്പ് കേൾക്കാനുണ്ടോ എന്നൊരു ഡൗട്ട്. 2 മിനിറ്റ് കഴിഞ്ഞോ? എന്തായാലും നമുക്ക് മറ്റേ സ്ഥലത്ത് പോവാം, അണ്ടർഗ്രൗണ്ടില്ലേ, അവിടെ പോയിട്ട് ആ സാധനം എടുക്കാണ്ട് വെടി വെച്ചിട്ട് നമുക്ക് തുറക്കാൻ ബേഡിനെ ആദ്യം കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് പണി പെട്ടെന്ന് തീരുത്. ഗായ്സ് അങ്ങനെ നമുക്ക് അടിക്ക് പോകാനുള്ള ഇത് കിട്ടി. നമ്മൾ കാക്കനെ കൊന്നാൽ നമുക്ക് ഈ ലോക്ക് കിട്ടുമെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയിൻ കട്ടറായി, ആ വുഡിൻ്റെ ഒരു തടിയായി. അപ്പോൾ അതാ നമ്മുടെ പ്ലെയർ സ്കിൻ നമ്മുടെ ഇതിൻ്റെ ഈ സാധനത്തിൻ്റെ പേരെന്താ, എന്താ പേര്, റസ്റ്റ് പെഡ്ലോക്കി. അതന്നെ റസ്റ്റ് പെഡ്ലോക്കി. അപ്പോൾ ഗ്രാനി നീറ്റിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അത് നോക്കണം നമുക്ക്. ചെറിയ കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ അത് ഫാൻ ഇട്ടതിൻ്റെ പരപരായ ഒരു സൗണ്ടാണ്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക, അത് ഒഴിവാക്കുക, ഇഗ്നോർ ചെയ്യാം. ഞാൻ അത് പെട്ടെന്ന് റെഡിയാക്കുന്നതാണ്. നമ്മളെ വലിയൊരു സംഭവം വരുന്നുണ്ട്, അത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താലേ റെഡിയാവുള്ളൂ. ഞാനത് ഞാൻ വേറെ സംഭവം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇന്ന് ഞാൻ ചിലപ്പോൾ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും. കാരണം അതാണല്ലോ ഇത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ എൻ്റെ വേറെ ഫോണില്ലല്ലേ. പക്ഷേ നോക്കട്ടെ കഴിച്ച്. അപ്പോൾ ഞാൻ എന്തായാലും സെറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഗ്രാനൈൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ആ കുഴിക്ക് ഇട്ടിട്ട് നമുക്ക് ബാക്കി പണി നോക്കാം. ഇനി ഈ റൗണ്ടിലും കൂടി ഞാൻ ചത്തുണ്ടെങ്കിൽ, ഇത്ര സാധനം കിട്ടിയിട്ട് ഞാനിപ്പോൾ അവിടെ കൊണ്ടുപോയി ഇടുമ്പോഴത്തേനും ചത്തുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, ഒക്കെ സെറ്റ് പവറേഷ് മോഡ് അങ്ങനെ പറയേണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സാധനം കൂടി എടുക്കാം. സ്ക്രൂ ഡ്രൈവർ എടുക്കണമെങ്കിൽ എടുക്കാം. കാരണം സ്ക്രൂ ഡ്രൈവർ ഇട്ടാൽ നമുക്ക് ലാഭമാണ്. നിങ്ങൾക്കറിയാമോ, സ്ക്രൂ ഡ്രൈവറും കൂടി ഉണ്ടെങ്കിൽ ലാഭമാണ്. നമുക്ക് അവിടുത്തെ എന്തെങ്കിലും കോട്ടായ പറഞ്ഞാൽ അങ്ങനെ ഉറക്കം വരുന്നതിൻ്റെ ഒരു സീനില്ല. അതാണ് അവിടെ കോട്ടായ എന്നാണ് പറയുക. നിങ്ങളവിടെ എന്താ പറയുക അറിയില്ല. അതൊന്ന് കമൻറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്കിത് വിളിക്കണം. ഓക്കെ, എന്താ ചെയ്യുക, ഒറ്റ ഏറിയയിൽ തന്നെ വീണ്. അപ്പോൾ നമ്മുടെ ഞാൻ ഈ വീഡിയോയിൽ ഇതൊക്കെ നമ്മൾ ജാസ്തി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജാസ്തി പറഞ്ഞാൽ ഹിന്ദിയിൽ കൂടുതലെന്നാണ് നമ്മളറിയാണ്ട് ഹിന്ദി പറഞ്ഞു പോയി. അപ്പോൾ ജാസ്തിയല്ല, കൂടുതലായിട്ട് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കുറക്കണം, ഗായ്സ് എന്നുള്ളതും കുറക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാനല്ല, മീൻസ് അത് ഒന്ന് കുറക്കണുണ്ട്.
കുറച്ച് നേരമായിട്ട് ക്രാഷ് ആവുന്നുണ്ട് ഗൈസ്. വെയിറ്റ്. ഓക്കെ കുഴപ്പമില്ല. ഈ എന്താ ഞാൻ മറ്റേ റെക്കോർഡിങ്ങിൻ്റെ ഒരു സിമുലേറ്റർ അല്ല, ഒരു ആപ്പ് കയറ്റിയിട്ടുണ്ട്. അതിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, ഡയറക്റ്റ് റെക്കോർഡല്ല. അത് കാരണമാണ് ഇങ്ങനെ ഈ സ്റ്റെക്ക് പോലെ ആവുന്നുണ്ട് ഗെയിം. അപ്പോൾ എന്തായാലും ആ റെക്കോർഡ് കളയണം. എന്നിട്ട് നമുക്ക് വേറെ റെക്കോർഡ് അല്ലെങ്കിൽ ഫോണിൽ തന്നെ റെക്കോർഡ് ഉണ്ടല്ലോ അത് എടുക്കാം. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ ഗ്രാനിൽ എന്തായാലും കൊല്ലാം. ഓക്കെ, നമ്മുടെ റെക്കോർഡിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതെങ്ങനെ ഇത് നമ്മൾ വേറെ ആപ്പിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ, അതായത് നമ്മുടെ ഇതിൻ്റെ റെക്കോർഡിങ് ഓണാവും. അപ്പോൾ ഞാൻ എന്തിനാ ആപ്പ് കയറ്റി വെറുതെ കഴിച്ച ആപ്പ് കയറ്റി നഷ്ടമായിപ്പോയി. ആ ആപ്പിലല്ലോ അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാം. റെക്കോർഡിങ് മാറി പോകുന്നുണ്ട്. എന്തായാലും അത് കുഴപ്പമില്ല, അത് പോട്ടെ, നമുക്ക് അടുത്ത വീഡിയോ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും നമ്മൾക്കത് ഇതിൻ്റെ ഉള്ളിക്കിടാം. യെസ്. ഗായ്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവുക. നമ്മളെ സ്ക്രൂ ഡ്രൈവറും കൂടി എന്തൊക്കെ വുഡ് ഇട്ട്, കട്ടിങ് പ്ലെയർ ഇട്ട്, ചാവി എന്നാണ് എൻ്റെ ഓർമ്മ. ചാവി ഇട്ടില്ലേ? ഇട്ടു. പിന്നെ ഇനി സ്ക്രൂ ഡ്രൈവറും കൂടി എടുത്തിട്ട് ഇടാം. ഇനി ഈ സാധനങ്ങളൊക്കെ നമുക്ക് ആ അണ്ടർഗ്രൗണ്ടിൻ്റെ മറ്റേ തുറക്കണ സ്ഥലത്ത് ഇടാം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഗ്രാനിങ് കണ്ട എവിടേക്കെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ സ്കിപ്പ് ചെയ്ത് ഓടാം. കാരണം ആ ചെറിയ മിനി കൂടാരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ എങ്ങനെ ഓടാനാണ്? അവിടെ ഇവിടെ ഒക്കെ ഓട്ടണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറണം, ഇല്ലെങ്കിൽ നമ്മൾ ചാവും ഉറപ്പുള്ളതാണ്. പക്ഷേ ഈ ചെറിയ ഇടവഴിയും പോലെയൊക്കെ ഇങ്ങനെ ഈ പെട്ടെന്നാണ് ഈ കയറി വരിക. ഗ്രാനിയുടെ പോലെയല്ല ഈ സ്പൈഡർ തള്ള ഈസ് വെരി ഡേഞ്ചർ. അപ്പോൾ ആ സ്പൈഡർ തള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എന്തായാലും ഈ 3 സാധനം ആദ്യം കൊണ്ടുപോകാം. കട്ടിങ് പ്ലെയറും കൊണ്ടുപോവാം, ആ വുഡും കൊണ്ടുപോവാം, ആ റെസ്റ്റ് പെഡ്ലോക്കിയും കൊണ്ടുപോവാം. അല്ലാണ്ട് നമ്മളെ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ ഇനി വന്നിട്ടുണ്ടെങ്കിൽ ചാവോ, അതോ ഇതിന് മുന്നേ തന്നെ ഈ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ചാവോ ഒന്നും അറിയില്ല. സൗണ്ട് കേട്ടിട്ട് തന്നെ നമുക്കിത് ചെക്ക് ചെയ്യണം. ഇപ്പോൾ സ്റ്റക്കായതൊന്നുമല്ല, ഞാൻ ഇവിടെ നിൽക്കണതാണ്. അയ്യോ തള്ള കണ്ട് ഇതാണ് പറഞ്ഞ ഗൈസ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ നേരം ബന്ധുമ്പോൾ നിൽക്കണം. അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഇത്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഇഷ്ടമില്ലാത്തൊരു പരിപാടി. അപ്പോൾ നമുക്ക് മെല്ലെ ഒന്ന് മൂവ് ആക്കാം. പുരുഷനെ അനുഗ്രഹിക്കും. അപ്പോൾ എന്തായാലും നമ്മളെ പിടിക്കുക വെച്ചു, പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞിങ്ങനെ തന്നെ പിടിച്ചില്ല. നമുക്ക് എന്തായാലും ഓടുക ടൈമിൻ്റെ അടിയിട്ട് വെക്കുക, ചെയിൻ കട്ട് ചെയ്യുക, അത് കിട്ടുക. തള്ളാണ്ട എൻ്റെ പള്ളക്കായിട്ട് ഞാൻ കത്തി. നിനക്ക് എന്നെ അറിയില്ല, പക്ഷെ എനിക്കെന്നെ അറിയില്ല. ജസ്റ്റ് പിടിച്ചേർത്തട്ടാ. ഇതാണ് പ്രശ്നം. ആകെ ചാലമ്പ് പരിപാടിയാണ്, ചടപ്പ് പരിപാടി. ഇവിടെ കാണാനില്ലോ, ഇവിടെ അതോ ഇങ്ങോട്ട് നടക്കുന്നുണ്ട്, അങ്ങോട്ട് നടക്കണ്ടേ. നമുക്ക് നേരെ ഓടണ്ട, ഇതിൽ കൂടെ ഇറങ്ങി മറ്റേ കൂടെ പോവാം. അപ്പോൾ മറ്റേ ഇതുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റുമല്ലോ, ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയല്ലോ. അപ്പോൾ ഇതുണ്ടാവില്ല, അവിടെ ഉണ്ടെങ്കിൽ എന്നെ കണ്ടോട്ട് കുഴപ്പമില്ല. എവിടേക്കാ പോയി? ഇതാണ് പ്രശ്നം. കുറേ കൂടാറുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആകെ ഒരൊറ്റ ലൈഫുള്ളൂ, ഇവിടെ കാണാനില്ലല്ലോ. ടെൻഷൻ അടിക്കും ഗൈസ്, ഭയങ്കര ടെൻഷനാണ്. കാരണം ആകെ ഒറ്റ ലൈഫുള്ളൂ. ഇതിൽ ചത്താണ് ഒറ്റ ഓട്ടം. ഒക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതേമാതിരി ഞാൻ 5 എണ്ണം കൊണ്ട് ഇതല്ലേ വഴി. ഇത് വഴി പറയും. ടെൻഷൻ അടിച്ചിട്ട് വഴിയൊക്കെ പറയണ ഗൈസ്. നമുക്കതാ വുഡൻ സ്റ്റിക്ക് എൻ്റെ റെസ്റ്റ് പെഡ്ലോക്കി. ഓക്കെ, ഇത് രണ്ടും കൊണ്ടുവരണം. ആ തള്ള ഇവിടെ ഉണ്ടോ നോക്കണം. തള്ള വരുന്നുണ്ടെന്നൊരു ഡൗട്ട്, സൗണ്ട് കേൾക്കാണ്ട്. അങ്ങനെ കാണാനുള്ള രീതിയിലൊക്കെ ഇത് നമ്മൾ മെല്ലെ മാറ്റി വെക്കണം. എന്താ കാണാനില്ല, പോയി തോന്നുന്നു. മെല്ലെ നോക്കിയാൽ മതി. അയ്യോ കണ്ട്
ഇവിടെ നിൽക്കാം. തേങ്ങ ഇതാണ് ഗൈസ് വെറുപ്പിക്കൽ പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ വെറുപ്പിക്കലാണ്. അവിടെ നിൽക്കണ്ടായില്ല. കാലല്ല ചെമ്മരനെ പടം. അതിൻ്റെ അടുത്ത് ഈ ചെറിയ ചെറിയ എട്ടുകാലികൾ പേടിപ്പിക്കാൻ. നോക്കി നോക്കാം, മെല്ലെ നോക്കാം, ധൃതിയൊന്നുമില്ല. ചത്തതാണ്. നമുക്ക് വീഡിയോ കണ്ടിട്ട് പോലും നമുക്ക് എക്സ്ട്രാ ലൈഫ് കിട്ടില്ല. ഓക്കെ, തള്ള അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാണ്. നമുക്ക് ഈ വഴി ഓടാൻ ഓക്കെ, ഈ വഴി പോവുക. പിന്നെ എന്നിട്ട് ഈ വഴി കയറുക. ഇതല്ലല്ലോ വഴി, ഇതല്ല വഴി. തള്ളതാ. ഇത് പാകപ്പെട്ടല്ലോ. നല്ല ഈ വഴി കയറി ചാവോ ഒന്നും അറിയില്ല. അയ്യോ, നെഞ്ഞിങ്ങനെ ഇടിക്കുക. ഓക്കെ, തള്ളതാവാണ്. ഇതിൽ കൂടെ പോയി താഴെ. ഓക്കെ, അങ്ങനെ അതും നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വുഡ് ഈ സ്ഥലത്ത് ഇതാക്കാം. ഓക്കെ, അതങ്ങനെ തിരിഞ്ഞിട്ടുണ്ട്. ലോക്കർ തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കൂടെ തന്നെ മെല്ലെ പോകാൻ നോക്കാം. തള്ള എവിടെ അറിയില്ല. പിടിച്ചതാണ്. അതാണ് പേടി, വേറെ പ്രശ്നമില്ല. ഓക്കെ, അത് അവിടെ നിൽക്കുകയാണ്. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം നമുക്കിങ്ങനെ വളഞ്ഞോടാം. അപ്പോൾ കുഴപ്പമില്ല. ഞാനൊരു സാധനം കൂടി കൊടുക്കാണ്ടി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ്. ആ ഒരെണ്ണം കൂടി നമുക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ നമ്മൾ ജയിക്കും എന്തായാലും, ഉറപ്പാണ്. ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും. വീഡിയോ എല്ലാവരും ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണാനായിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അടിച്ചിടുക. നമ്മളെ കാണരുത്, ഭയങ്കര പേടിയാണ്. ഈ കണ്ടാലും പ്രശ്നമാണ്, കണ്ടില്ലെങ്കിലും പ്രശ്നമാണ്. ബാക്കിലുണ്ടോന്ന് ഇല്ല. ഇപ്പോൾ ചത്ത ആലോചിച്ചോക്ക്. ഏതാ ലക്ക്. വടിയിലൊന്നും ഉണ്ടായില്ല, ഒറ്റ ഓട്ടത്തിനും ഇങ്ങോട്ട് എത്തി. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. അങ്ങനെ ബെഡിലൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ലോക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി വാതിലും കൂടി ഓപ്പൺ ചെയ്യാൻ പോവാണ്. പുറം ലോക്ക് നമുക്ക് ഇപ്പോഴും ഇതാക്കാം. ഗ്രാനിനെ കൊന്നിട്ടൊന്നും വരണ്ട, വെറുതെ ഇതിൽ ചാവാൻ പോകണം. അങ്ങനെ നമ്മൾ എസ്കേപ്പ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തള്ള ഗ്രാനി നോക്കണൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, അണ്ണൊക്കെ വിളിക്കും. മറ്റേതും തൊള്ള വിളിച്ചിട്ടുണ്ട്. നീയല്ല, നിന്റെ തന്ത വന്നാൽ എന്നെ കൊള്ളാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഗ്രാനി എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രാനി എസ്കേപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, ബൈ.